ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. അഭിലാഷവും അഭിനിവേശവും തമ്മിൽ വല്ലാത്ത വ്യത്യാസമുണ്ട്. അഭിലാഷം താൽക്കാലികമാണെങ്കിൽ അഭിനിവേശം അങ്ങനെയല്ല. ആലോചിച്ച് തീരുമാനിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണത്. ഒരു ചെറു കഥയിലൂടെ അത് നമുക്ക് വിലയിരുത്താം. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ശിഷ്യന്മാരെ സ്വീകരിക്കുന്ന ഒരു ഗുരുമുഖത്ത് ഒരാള് വിദ്യ അഭ്യസിക്കുവാനുള്ള ആഗ്രഹവുമായി എത്തി. ഗുരു വന്നയാളുടെ കൈപിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ വിദ്യാരേഖയില്ല, അതിനാൽ നിനക്കിവിടെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ കഴിയില്ല. അവനാകെ സങ്കടമായി വീട്ടിലേക്കെത്തി തൻ്റെ കയ്യിൽ തലങ്ങും വിലങ്ങും ആണി കൊണ്ടവൻ മുറിവേൽപ്പിച്ചു. മുറിപ്പാടുകൾ ഉണങ്ങിയ ശേഷം വീണ്ടും അവൻ ഗുരുമുഖത്തെത്തി. കൈപിടിച്ചു നോക്കിയ ഗുരു പറഞ്ഞു, ഇപ്പോൾ നിന്റെ കയ്യിൽ വിദ്യാരേഖയുണ്ട്, ഇനി നിനക്ക് ഇവിടെ നിന്ന് പഠിക്കാം. കുറേ നാളുകൾക്ക് ശേഷം അവൻ ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി. അന്ന് അവൻ ഗുരുവിനോട് തൻ്റെ കയ്യിലെ വിദ്യാരേഖയെക്കുറിച്ചുള്ള കഥ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, രേഖ നീ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ കയ്യിൽ അന്ന് വിദ്യാരേഖയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതും കള്ളമാണ്. കാരണം നിന്റെ ഇതിനോടുള്ള ആഗ്രഹം എത്ര ആഴത്തിലുണ്ട് എന്ന് പരീക്ഷിക്കുവാനാണ് ഞാനതന്ന് പറഞ്ഞത്. തീവ്രമല്ലാത്തതൊന്നും അധിക നാൾ നീണ്ടു നിൽക്കില്ല. അതാഗ്രഹമായാലും അന്വേഷണമായാലും. അഭിലാഷവും അഭിനിവേശവും തമ്മിൽ വല്ലാത്ത ഒരു വ്യത്യാസമാണിത്. അഭിലാഷം താൽക്കാലികം മാത്രമാണ്, അത് പുറമേയുള്ള ആകർഷണം മാത്രമാണ്. എന്നാൽ അഭിനിവേശം അങ്ങനെയല്ല. ആലോചിച്ച് തീരുമാനിച്ച് എന്തു സംഭവിച്ചാലും പുറകോട്ടുള്ള ഇല്ല എന്നുള്ള ദൃഢനിശ്ചയവും കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനവുമാണത്.